Hello students, I am Shaini Salam. Today I would like to discuss with you something about motivation and communication. It is actually a fourth module in management concepts and thought. So what is motivation? The term motivation has its origin in the Latin word movere, which means to move. Motivation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ് ചെയ്യുക. മോട്ടിവേഷൻ എന്ന ആ ഒരു ടേം ഡിറൈവ് ചെയ്ത് മോട്ടീവ് എന്ന വേർഡിൽ നിന്നാണെന്നും പറയുന്നുണ്ട്. ലാറ്റിൻ വേർഡ് മൊവേറെ എന്ന വേർഡിൽ നിന്നാണെന്നും പറയപ്പെടുന്നുണ്ട്. അത് രണ്ടും അർത്ഥമാക്കുന്നത് മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡിസയർ നീഡ് ഓഫ് എ പേഴ്സൺ. മൊവേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പമുള്ള പൊസിഷനിൽ നിന്ന് കുറച്ച് മൂവ് ചെയ്യുക, മൂവിങ് അഹെഡ്. Okay, motivation is an actuating force that stimulates a man to put his best in the accomplishment of a task. ഒരു ജോലി ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിയുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ആക്ച്വലി മോട്ടിവേഷൻ ഈസ് കൺസിഡർഡ് ആസ് എൻ ഇൻറ്റഗ്രൽ പാർട്ട് ഇൻ ദ പ്രോസസ് ഓഫ് ഡയറക്ഷൻ എന്ന പ്രോസസ്സിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ. കാരണം മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വർക്കറിനെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് പെർഫോം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ബെസ്റ്റ് പെർഫോം ചെയ്താൽ മാത്രമേ ഒരു ഓർഗനൈസേഷൻ എന്താണോ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്താണോ അത് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇനി മീനിങ് ആൻഡ് ഡെഫിനിഷൻ. മോട്ടിവേഷൻ മീൻസ് ഇൻസ്പയറിങ് പീപ്പിൾ. ആൾക്കാരെ ഇൻസ്പയർ ചെയ്യുക, to intensify their desire and willingness to execute their duties effectively. അവരുടെ ഓരോരുത്തരുടെയും ഡ്യൂട്ടീസ് എഫക്റ്റീവായിട്ട് പെർഫോം ചെയ്യുക ആൻഡ് ടു കോപ്പറേറ്റ് ഫോർ ദ അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. മോട്ടിവേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത് അവർ ഓരോരുത്തരുടെയും ബെസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? ആ ബെസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് ശരിയായ രീതിയിൽ അറ്റൈൻ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് മോട്ടിവേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഡെഫിനിഷനിലേക്ക് കടക്കാം. there are two important definitions given here. First one is motivation is a driving force which stimulates an individual to initiate and sustain a behavior. ഒരു പുതിയ ബിഹേവിയറിലേക്കാകാൻ അല്ലെങ്കിൽ ഉള്ള ബിഹേവിയർ തന്നെ ഏറ്റവും നല്ല രീതിയിൽ മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആണ് മോട്ടിവേഷൻ. ഫസ്റ്റ് ഡെഫിനിഷനിൽ പറഞ്ഞിട്ടുള്ള ഇതാണ്. സെക്കൻഡ് ഡെഫിനിഷൻ ഈസ് മോട്ടിവേഷൻ ഇസ് എ ബയോളജിക്കൽ, സോഷ്യൽ ഓർ സൈക്കോളജിക്കൽ സ്റ്റേറ്റ് ദാറ്റ് ഡ്രൈവ്സ് എ പേഴ്സൺ ടുവേർഡ്സ് എ സ്പെസിഫിക് ആക്ഷൻ. അതൊരു ബയോളജിക്കൽ ആകാം, സോഷ്യൽ ആകാം, മോർ ഓവർ ഇറ്റ് ഇസ് എ സൈക്കോളജിക്കൽ സ്റ്റേറ്റ്. ഒരാളുടെ മനസ്സിനകത്ത് തോന്നുന്ന ഒരു കാര്യമാണ് എന്തിലേക്ക് എത്തിക്കാനായിട്ട് തോന്നുന്നു, ആ ഒരു അൾട്ടിമേറ്റ്ലി ഒരു സ്പെസിഫിക് ആക്ഷനിലേക്ക് എത്തിക്കുന്ന സൈക്കോളജിക്കൽ സ്റ്റേറ്റ് ആണ് മോട്ടിവേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി മോട്ടിവേഷൻ തീർച്ചയായിട്ടും ഒരു വ്യക്തിയുടെ പേഴ്സണൽ ഗോൾ ആസ് വെൽ ആസ് ഓർഗനൈസേഷണൽ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഒരു വ്യക്തിയെ മോട്ടിവേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന അദ്ദേഹത്തിൻ്റെ എക്സ്പെക്റ്റേഷൻസ് ആണ്. എക്സ്പെക്റ്റേഷൻസ് ഫ്രം ദ പെർഫോമൻസ് ഓഫ് എ പർട്ടിക്കുലർ ജോബ്. ഒരു ജോലിയിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ നാച്ചുറലി നമുക്ക് കുറച്ച് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാകും. ഈ എക്സ്പെക്റ്റേഷൻസ് തിരിച്ചറിഞ്ഞ് അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അവരെന്തിലേക്കെത്തും? അവരുടെ പേഴ്സണൽ ഗോൾ അതിനോടൊപ്പം തന്നെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവും അറ്റൈൻ ചെയ്യാനായിട്ട് സഹായിക്കും. നെക്സ്റ്റ് ഈസ് ഇമ്പോർട്ടൻസ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് മോട്ടിവേഷൻ. തീർച്ചയായിട്ടും മോട്ടിവേഷൻ കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ധാരാളമാണ്. ഇറ്റ് നാച്ചുറലി ഇൻക്രീസസ് ദ എഫിഷ്യൻസി ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിൻ്റെ എക്സിസ്റ്റിംഗ് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനായിട്ട് മോട്ടിവേഷൻ സഹായിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മാക്സിമം കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. മോട്ടിവേറ്റ് ചെയ്യുന്നത് വഴി ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ മാക്സിമം കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. നെക്സ്റ്റ്, ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ റിസോഴ്സസ്. നമ്മുടെ ഓർഗനൈസേഷനിൽ ഫിസിക്കൽ റിസോഴ്സസുമുണ്ട്, ഫിനാൻഷ്യൽ റിസോഴ്സസുമുണ്ട്. ഈ ഫിനാൻഷ്യൽ റിസോഴ്സസിനെയും ഫിസിക്കൽ റിസോഴ്സസിനെയും നല്ല രീതിയിൽ ഒപ്റ്റിമമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടിവേഷൻ സഹായിക്കുന്നു. ഈ നല്ല രീതിയിൽ അത് പ്രയോജനപ്രദമാകുന്നത് വഴി എന്ത് ചെയ്യുന്നു? ഓർഗനൈസേഷന് നല്ല രീതിയിൽ ബെനിഫിഷ്യൽ ആകുന്നു, പ്രോഫിറ്റബിൾ ആകുന്നു. അതുകൂടാതെ ബെറ്റർ ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടിവേഷൻ സഹായിക്കുന്നു. എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ നല്ല റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടിവേഷൻ സഹായിക്കുന്നു. അങ്ങനെ ബെറ്റർ ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ, ഇഫ് ദർ ഈസ് ഗുഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ എംപ്ലോയർ ആൻഡ് ദ എംപ്ലോയി, നാച്ചുറലി ഇറ്റ് റെഡ്യൂസസ് എ ലേബർ ടേൺ ഓവർ. ആൾക്കാരുടെ പിരിഞ്ഞുപോക്ക് ഒഴിവാക്കാനായിട്ട് സഹായിക്കുന്നു. അതുവഴി എന്ത് ചെയ്യുന്നു? നല്ല രീതിയിൽ ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വ്യക്തിക്ക് തോന്നുന്നു. ഓക്കെ, നെക്സ്റ്റ്, ഇൻക്രീസസ് എ റെപ്യൂട്ടേഷൻ ഓഫ് ദ ഫേം. ഒരു ഫേമിൽ
തീർച്ചയായിട്ടും എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇറ്റ് ഗീവ്സ് എ മൗത്ത് പബ്ലിസിറ്റി അബൌട്ട് ദ പർട്ടിക്കുലർ ഫേം. ദിസ് മൗത്ത് പബ്ലിസിറ്റി റിസൾട്ട്സ് ഇൻ ദ ഇൻക്രീസ് ഇൻ ദ റെപ്യൂട്ടേഷൻ ഓഫ് ദ ഫേം. ആ ഫേമിൻ്റെ റെപ്യൂട്ടേഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അങ്ങനെ റെപ്യൂട്ടേഷൻ ഇൻക്രീസ് ചെയ്യുന്നത് വഴി ആ പർട്ടിക്കുലർ ഫേമിനെ കുറിച്ചുള്ള പബ്ലിസിറ്റി ആൾക്കാരുടെ ഇടയിൽ എത്തിക്കുന്നു. അതുവഴി എന്ത് ചെയ്യുന്നു, എപ്പോഴെങ്കിലും ഒരു വേക്കൻസി അവിടെ വന്നു കഴിഞ്ഞാൽ ഇറ്റ് കീപ്സ് ഈസി ഫില്ലിംഗ് ഓഫ് വേക്കൻസീസ്. ആ വേക്കൻസീസ് വളരെ എളുപ്പം ഫില്ല് ചെയ്യാനായിട്ട് ആ ഫേമിനെ സഹായിക്കുന്നു. ഇതിനെല്ലാം കാരണമായത് ഒരു എഫക്റ്റീവ് മോട്ടിവേഷൻ സിസ്റ്റം അവിടെ ഫങ്ഷൻ ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ. Next, it reduces people's resistance towards the adoption of new changes. Whenever there is change in the technology, whenever there is change in the machine, അല്ലെങ്കിൽ whenever there is change in the business environment, people may be resistant. There is naturally resistance from the part of the people. ആൾക്കാർ എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അതിന് യൂഷ്വലി ആദ്യം റെസിസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുള്ളൂ. പക്ഷേ പ്രോപ്പർ മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഓഫ്ലൈൻ മോഡിൽ നിന്ന് ഓൺലൈൻ മോഡിലേക്ക് വന്ന സമയത്ത് കുട്ടികൾക്ക് എല്ലാവർക്കും അതുമായിട്ടൊന്ന് ഇഴുകിച്ചേരാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ വെനെവർ യു ഗെറ്റ് ഇനഫ് മോട്ടിവേഷൻ ടു അറ്റൻഡ് ദ ക്ലാസ്, ഇത് നമുക്ക് ശരിയാകും, ഇങ്ങനെയൊക്കെ ചെയ്താൽ മതിയാകും എന്നുള്ള ഒരു പ്രോപ്പർ മോട്ടിവേഷൻ ലഭിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ആ ഒരു ട്രാക്കിലേക്ക് എത്തുന്നു. ഓക്കെ. So the importance of benefits of motivation are, it increases the existing efficiency, ഒരാളുടെ existing efficiency increase ചെയ്യുന്നു, optimal utilization of financial and physical resources, better industrial relationship, better employer-employee relationship. Naturally, it reduces employees' grievances or employees' turnover. Next, it increases the reputation of the firm. Reputation naturally helps in easy filling of vacancies in the firm, and it reduces people's or workers' resistance towards adoption of new changes. Next, types of motivation. മോട്ടിവേഷൻ പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണുള്ളത്. ഇൻട്രിൻസിക് മോട്ടിവേഷനും എക്സ്ട്രിൻസിക് മോട്ടിവേഷനും. ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി ആൻ ഇന്നർ ഫീലിംഗ്. ഒരാളുടെ ഒരു ജോലിയോടുള്ളൊരു പാഷൻ, ആ ഫാസിനേഷൻ, അതിനൊക്കെയാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു ജോലി ചെയ്യാൻ ഒരു വ്യക്തിക്ക് അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ ആ ജോലി അദ്ദേഹത്തിനെ ഏൽപ്പിക്കുമ്പോൾ തന്നെ മോട്ടിവേറ്റഡ് ആയി കഴിയും. ഓക്കെ, അതാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. Without any reward, if a particular responsibility is assigned to an individual, it is intrinsic motivation. Next, extrinsic motivation എന്ന് പറഞ്ഞാൽ a person will be properly rewarded with money or rewarded with recognition or rewarded with something else. ഒരു ജോലി ചെയ്യുന്നതിന് അദ്ദേഹത്തിന് ശരിയായ വേതനം അല്ലെങ്കിൽ എന്തെങ്കിലും റിവാർഡ് ലഭിക്കുന്നത്, ആ റിവാർഡിന് എക്സ്പെക്റ്റ് ചെയ്ത് അദ്ദേഹം മോട്ടിവേറ്റഡ് ആവുകയാണെങ്കിൽ അതിന് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്നാണ് പറയുന്നത്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ്. ഓക്കെ. ഇനി വേറെ രണ്ട് തരത്തിൽ വരാം. പോസിറ്റീവ് മോട്ടിവേഷനും ഉണ്ട്, നെഗറ്റീവ് മോട്ടിവേഷനും ഉണ്ട്. പോസിറ്റീവ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. അതായത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള റിവാർഡോ റെക്കഗ്നീഷനോ നമുക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ഒരു ജോലി വളരെ എഫക്റ്റീവായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് പോസിറ്റീവ് മോട്ടിവേഷനാണ്. ഇനി നെഗറ്റീവ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ജോലി ഭംഗിയായിട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിൽ ബി ഫയർഡ്, നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള പണിഷ്മെൻറ്റ് കിട്ടുമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സാലറി കട്ട് ഉണ്ടാവുമെന്നോ എന്തെങ്കിലും തരത്തിലുള്ള ഫിയർ കൊണ്ട് നമ്മൾ ആ ജോലി നല്ല രീതിയിൽ ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിന് നെഗറ്റീവ് മോട്ടിവേഷൻ എന്ന് പറയുക. ഇറ്റ് ഈസ് ബേസിക്കലി ബിക്കോസ് ഓഫ് ദ ഫിയർ ഓഫ് പണിഷ്മെൻറ്റ്. ഓക്കെ. അപ്പം 4 തരത്തിലാണ് പ്രധാനമായിട്ടുമുള്ളത്: ഇൻട്രിൻസിക്, എക്സ്ട്രിൻസിക്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. നെക്സ്റ്റ്, മോട്ടിവേഷൻ പ്രോസസ്സിൽ കുറേയധികം ചലഞ്ചസ് ഉണ്ട്. ബിക്കോസ് നമ്മൾ പറഞ്ഞു മോട്ടിവേഷൻ ഇസ് എ സൈക്കോളജിക്കൽ സ്റ്റേറ്റ്. ഒരാളുടെ സൈക്കോളജിക്കൽ സ്റ്റേറ്റ് അറിഞ്ഞ് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ക്വൈറ്റ് എ ഡിഫിക്കൽട്ട് എക്സസൈസ്. ഫോർ എക്സാമ്പിൾ, ഇൻഡിവിജ്വൽസ് ഡിഫർ ഇൻ ദ മോട്ടിവേഷൻ. ഇപ്പം ഒരു വ്യക്തിക്കും ഒരു വേർഡ് ഓഫ് അപ്രീസിയേഷൻ ആയിരിക്കും മോട്ടിവേഷൻ ആകുക. ഒരു വ്യക്തിക്ക് എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ പ്രൈസ് ചെയ്ത് പറഞ്ഞാലും അദ്ദേഹം മോട്ടിവേറ്റഡ് ആവില്ല. അദ്ദേഹത്തിന് ചിലപ്പം കൂടുതൽ റെമ്യൂണറേഷൻ കൊടുത്താലായിരിക്കും മോട്ടിവേറ്റഡ് ആകുക, അല്ലെങ്കിൽ പൈസ കിട്ടിയാലായിരിക്കും മോട്ടിവേറ്റഡ് ആകുക. പിന്നെ എക്സ്പ്രഷൻ ഓഫ് മോട്ടിവേറ്റേഴ്സ് മേ ബി ഡിഫറെൻറ്റ്. ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ സബോർഡിനേറ്റ്സിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും പറയുന്നത് മറ്റൊരാളിൽ അത് തെറ്റിദ്ധാരണ ഉണ്ടായേക്കാം.
മനസ്സിലാകുന്നുണ്ട്. ഇപ്പം അദ്ദേഹം മോട്ടിവേഷനാണ് ഉദ്ദേശിച്ചത്, പക്ഷേ മറ്റേ വ്യക്തിക്ക് അത് മോട്ടിവേഷനായിട്ട് തോന്നിയില്ല, ഇൻസൾട്ടായി തോന്നുന്ന പല അവസരങ്ങളും ഉണ്ടാവും. സോ ഇതൊരു സൈക്കോളജിക്കൽ സ്റ്റേറ്റ് ആയിട്ട് കൊണ്ട് തന്നെ ഒരു മോട്ടിവേറ്ററിന് അല്ലെങ്കിൽ സൂപ്പർവൈസറിന് അത് എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ ഭംഗിയായിട്ട് മോട്ടിവേറ്റ് ചെയ്യണം എന്ന് ഓരോ വ്യക്തികളെയും അവരെ പേഴ്സണലി സൈക്കോളജിക്കൽ സ്റ്റേറ്റ് നോക്കിയ ശേഷം മാത്രമേ അത് പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി മോട്ടിവേഷൻസ് ചേഞ്ച് ഫ്രം ടൈം ടു ടൈം. ഓരോ ടൈം പീരീഡിലുള്ള മോട്ടിവേഷൻസ് മേ ബി ഡിഫറെൻറ്റ്. ഫോർ എക്സാമ്പിൾ എന്താ പറയുക, നമ്മൾ മുമ്പ് കാലത്താണെങ്കിൽ നമുക്കൊരു എന്താ പറയുക SLC അല്ലെങ്കിൽ 10th നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഹാൻഡ്സെറ്റ് കിട്ടിയെന്ന് വിചാരിക്കുക, ഫോൺ കിട്ടിയെന്ന് വിചാരിക്കുക, യു ഫീൽ വെരി ഹാപ്പി. ഇപ്പോൾ നിങ്ങൾ 10th കൂടുതൽ എക്സാമിന് കൂടുതൽ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സാധാ ഫോൺ, സ്മാർട്ട് ഫോൺ ഒന്നുമല്ല, സാധാരണ ഒരു ഫോണ് വാങ്ങിച്ചു തന്നാൽ എത്ര പേര് മോട്ടിവേറ്റഡ് ആകും? അപ്പം ഇയേഴ്സ് മാറുന്നതനുസരിച്ച്, കാലങ്ങൾ മാറുന്നതനുസരിച്ച് ഓരോ മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സും ഡിഫറെൻ്റ് ആണ്. പിന്നെ മോട്ടിവേറ്ററുടെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്ത ശേഷം മാത്രമേ, അല്ലെങ്കിൽ ആരെയാണോ മോട്ടിവേറ്റ് ചെയ്യേണ്ടത് അവരെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്ത് മോട്ടിവേറ്റർ അതിനനുസരിച്ച് ആക്ട് ചെയ്തെങ്കിൽ മാത്രമേ മോട്ടിവേഷൻ എന്നുള്ള പ്രോസസ്സ് എഫക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നെക്സ്റ്റ്, വർക്കേഴ്സ് ആർ അൺഅവെയർ ഓഫ് മോട്ടിവേഷൻ. ഈവൻ ദോ ഫേം ഈസ് ഡൂയിങ് സംതിങ് ഫോർ മോട്ടിവേറ്റിംഗ് ദ വർക്കേഴ്സ്, ആക്ച്വലി വർക്കേഴ്സ് ആർ അൺഅവെയർ അബൌട്ട് ദ മോട്ടിവേഷൻ. വർക്കേഴ്സിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഫേം ചെയ്യുന്നു, പക്ഷേ വർക്കേഴ്സിന് ഇതുവരെ അത് ബോധ്യപ്പെടുന്നില്ല. വർക്കേഴ്സിന് വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നതാണ് എന്ന് അവർക്ക് പലർക്കും ബോധ്യപ്പെടുന്നില്ല. ഓക്കെ, അപ്പം മോട്ടിവേഷൻ ഈ പറഞ്ഞ കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ മോട്ടിവേഷൻ ഒരു കോംപ്ലക്സ് ടാസ്ക്കാണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഡിഫറെൻറ്റ് ടെക്നിക്സ് യൂസ്ഡ് ഫോർ മോട്ടിവേഷൻ. മോട്ടിവേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ഏതൊക്കെയാണ്? പ്രധാനമായിട്ടും ഇൻസെൻറ്റീവ്സ് ആണ്. ക്യാഷ് ഇമോളുമെൻറ്റ്സ്, ക്യാഷിന് തുല്യമായ ആനുകൂല്യങ്ങൾ. ഫോർ എക്സാമ്പിൾ അവർക്ക് റിട്ടയർമെൻറ്റ് പ്ലാൻസ് കൊടുക്കുക, മെഡിക്കൽ ഇൻഷുറൻസ് കൊടുക്കുക, അല്ലെങ്കിൽ കാഷ്വൽ ലീവ് ഓഫർ ചെയ്യുക, പിന്നെ ഏൺഡ് ലീവ്, അതായത് ശമ്പളത്തോടു കൂടി ലീവ് ഓഫർ ചെയ്യുക, പൈസയ്ക്ക് തുല്യമായ ഇമോളുമെൻറ്റ്സ് അവർക്ക് കൊടുക്കുക, അതുവഴി അവരെ മോട്ടിവേറ്റ് ചെയ്യുക. അതാണ് ഇൻസെൻറ്റീവ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ജോബ് ബേസ്ഡ് ടെക്നിക്സ്. ജോബ് ബേസ്ഡ് ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ ജോബ് റൊട്ടേഷൻ വരാം, ജോബ് സിംപ്ലിഫിക്കേഷൻ വരാം, ജോബ് എൻലാർജ്മെൻറ്റ് വരാം, ജോബ് എൻറിച്ച്മെൻറ്റ് വരാം. ജോബ് റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ജോബ് തന്നെ അവരെ വീണ്ടും വീണ്ടും ഏൽപ്പിക്കാതെ ആ എക്സിസ്റ്റിംഗ് ജോബിനെ മാറ്റി മാറ്റി കൊടുക്കുക, റൊട്ടേഷൻ വരുത്തുക. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് അവോയ്ഡ്സ് റെപ്പിറ്റേഷൻ ഒഴിവാവുന്നത് വഴി കൊണ്ട് തന്നെ ആ ഒരു പർട്ടിക്കുലർ ജോബിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുവഴി അവർ മോട്ടിവേറ്റഡ് ആകാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ഈസ് എ ജോബ് എൻലാർജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഇൻക്രീസ് ഓഫ് മണി. അവരുടെ സ്കെയിൽ ഇൻക്രീസ് ചെയ്യുന്നതല്ല, അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, റെക്കഗ്നീഷൻസ് കുറച്ചും കൂടി എക്സ്ട്രാ ജോലി ഏൽപ്പിക്കുക. ഉത്തരവാദിത്വത്തോടു കൂടി ഒരു വ്യക്തിയെ നമ്മൾ എന്തെങ്കിലും ജോലി ഏൽപ്പിക്കുമ്പോൾ നാച്ചുറലി എന്നെ ആ ജോലി ഉത്തരവാദിത്വത്തോടുകൂടി ഏൽപ്പിച്ചല്ലോ എന്നുള്ള ആ ഒരു ഇതിൽ അദ്ദേഹം മോട്ടിവേറ്റഡ് ആകാറുണ്ട്. ഇനി ജോബ് എൻറിച്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ഈ ജോബ് എൻലാർജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ഹൊറിസോണ്ടൽ ലെവൽ ഓഫ് മോട്ടിവേഷനാണ്. ഹൊറിസോണ്ടൽ ലെവലിൽ പാരലലി അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് കൂടുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ജോബ് എൻറിച്ച്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ജോബിനോടൊപ്പം തന്നെ ആ ജോബിൻ്റെ കുറച്ചുകൂടി സീനിയർ ബോസ് ചെയ്തിരുന്ന ടാസ്ക് ഏൽപ്പിക്കുക, ഒപ്പം സ്കെയിൽ ഓഫ് പേ കൂടി ഇൻക്രീസ് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ സാലറിയും കൂടി ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ അതൊരു വേർട്ടിക്കൽ ലെവൽ ഓഫ് മോട്ടിവേഷനാണ് ജോബ് എൻറിച്ച്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജോബ് എൻറിച്ച്മെൻറ്റിന് സാലറി കൂടുന്നുണ്ട്, റെസ്പോൺസിബിലിറ്റീസും കൂടുന്നുണ്ട്. ജോബ് എൻലാർജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റീസ് റെക്കഗ്നീഷനും കൂടുന്നുണ്ട്, സാലറി ഹൈക്കൊന്നും ഉണ്ടാകുന്നില്ല, പക്ഷേ സ്റ്റിൽ ദ വർക്കർ ഈസ് മോട്ടിവേറ്റഡ്. നെക്സ്റ്റ്, MBO ടെക്നിക്സ്. MBO നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് ഇറ്റ് വാസ് ആക്ച്വലി ദ കോൺട്രിബ്യൂഷൻ ഓഫ് പീറ്റർ ഓഫ് ഡ്രക്കർ, ദ ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ്. MBO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഓർഗനൈസേഷന് പ്രധാനമായിട്ടും ഒരു കോമൺ ഒബ്ജക്റ്റീവുണ്ട്. ഈ ഓരോ ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ്സിനെയും നമ്മുടെ കോമൺ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നു. അതായത് ഒരു ഓർഗനൈസേഷനിലെ കോമൺ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യുന്നത് വഴി നിങ്ങളുടെ ഓരോരുത്തരും ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഫീലിംഗ് വർക്കേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കുന്നു. സോ ദാറ്റ് ദേ വിൽ കോൺട്രിബ്യൂട്ട് ടുവേർഡ്സ് their maximum so that the organizational objectives will be achieved and naturally the personal objectives will be attained.
ഓക്കെ, നെക്സ്റ്റ് ഈസ് എ ലീഡർഷിപ്പ് ടെക്നിക്സ്. ലീഡർഷിപ്പ് ടെക്നിക്സ് നമുക്കറിയാം, ഓട്ടോക്രാറ്റിക് ഉണ്ട്, ഡെമോക്രാറ്റിക് ഉണ്ട്, പല സ്റ്റൈൽസ് ഓഫ് ലീഡർഷിപ്പ് ഉണ്ട്. ലോ ലെവൽ വർക്കേഴ്സിലാണെങ്കിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്ടോക്രാറ്റിക് പവർ യൂസ് ചെയ്തിട്ട് ആയിരിക്കും അത്തരം ലീഡേഴ്സിൻ്റെ റോള് അവർക്ക് ആവശ്യമായിരിക്കും. പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കുക, ഡയറക്ഷൻ കൊടുക്കുക, ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. പക്ഷേ ഒരു ഹയർ ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്ര ഓർഡർ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ തരുന്ന ആൾക്കാരെ ഇഷ്ടപ്പെടില്ല. അവരെയും കൂടി ആലോചിച്ച് തീരുമാനമെടുക്കുന്നതായിരിക്കും അവരെ കൂടുതലായിട്ട് മോട്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ ഡിഫറെൻറ്റ് ലീഡർഷിപ്പ് സ്റ്റൈൽസും മോട്ടിവേഷൻ ടെക്നിക്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ഈസ് എ സെൻസിറ്റിവിറ്റി ട്രെയിനിങ്. സെൻസിറ്റിവിറ്റി ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആൾക്കാരുടെ ഇമോഷൻസിനെ അനുസരിച്ച് ഓരോരുത്തരുടെ സൈക്കോളജിക്കൽ സ്റ്റേറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ട്രെയിനിങ് ആണ്. ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആൾക്കാരെ നമ്മൾ എംപ്ലോയീസിനെ ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ ഗ്രൂപ്പിനകത്തുള്ള ആൾക്കാരുടെ പെർഫോമൻസ് എങ്ങനെയാണ്, വിത്തിൻ ഗ്രൂപ്പ്സ് ആൻഡ് ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് തമ്മിലുള്ള പെർഫോമൻസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി ഓരോ വ്യക്തികളുടെയും പെരുമാറ്റം എങ്ങനെയാണെന്ന് സൈക്കോളജിക്കലി മനസ്സിലാക്കിയ ശേഷം അവർക്ക് ആവശ്യമായ മോട്ടിവേഷൻ കൊടുക്കുന്നതാണ് സെൻസിറ്റിവിറ്റി ട്രെയിനിങ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ സൈക്കോളജിക്കൽ സ്റ്റേറ്റ് ഓർ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പേഴ്സൺസ്. ഒരാൾ എങ്ങനെയാണ് മറ്റൊരാളോട് പെരുമാറുന്നത്, പെട്ടെന്ന് ഇടപഴകുന്ന വ്യക്തിയാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ താല്പര്യം എന്താണ്, അത് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഈ സെൻസിറ്റിവിറ്റി ട്രെയിനിങ് സഹായിക്കുന്നു. ഓക്കെ, so these are the major techniques which are used by the supervisors for motivating, like used by the firm for motivating their workers. They are incentives, job based techniques, MBO techniques, leadership techniques, sensitivity training. Thank you for watching.